അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ചമ്പത്ത് റായ്, അനിൽ മിശ്ര എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ക്ഷേത്ര ട്രസ്റ്റാണ് കൊള്ളയിൽ വിശദീകരണം തേടി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. മറുപടി എഴുതി നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെമിനയാണ് ചേരുന്നത്. ഫെമിന, എന്താണ് വിശദാംശങ്ങൾ? അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസാണ് ചമ്പത്ത് റായ് അതുപോലെ തന്നെ അനിൽ മിശ്ര എന്നിവർക്ക് നൽകിയിരിക്കുന്നത്. മറുപടി എഴുതി നൽകണമെന്നാണ് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊള്ളയിൽ ഈ സംഭാവന കൊള്ളയിൽ വിശദീകരണം തേടിയാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത അവിനാശ് ശുക്ല അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ BJP നേതൃത്വം സംരക്ഷിച്ചു വരുന്ന അനിൽ മിശ്രയെ ചോദ്യം ചെയ്യും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അനിൽ മിശ്ര, ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹിയായിട്ടുള്ള അനിൽ മിശ്രയ്ക്ക് ഇതിലൊരു പങ്കുണ്ട് എന്നതാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് അനിൽ മിശ്രയാണ് എന്നായിരുന്നു അവിനാശ് ശുക്ല ഈ കേസിലെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത അവിനാശ് ശുക്ല പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ അനിൽ മിശ്രയെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മാത്രമല്ല, ഈ കേസിൽ പ്രതികളുടെ വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യവും അതുപോലെ തന്നെ അനധികൃത ഭൂമി ഇടപാടുകളും ED അന്വേഷിക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ ട്രസ്റ്റ് ഭാരവാഹിയായിട്ടുള്ള അനിൽ മിശ്രയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ സംഭാവനയും കാണിക്കയുടെയും ഒക്കെ ചുമതലയുണ്ടായിരുന്നു ഇവര് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യും എന്നുള്ള തരത്തിൽ അനിൽ മിശ്രയെ ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്, കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേരത്തെ ചമ്പത്ത് റായിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഒരു അറസ്റ്റിലേക്ക് കടക്കാത്തതിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് വരുന്നത്.